വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബൂസ് വ്ലോഗ്. സോ ഇന്ന് ഒരു കിടിലൻ വീഡിയോ നമ്മൾ നോക്കാൻ വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ഹിബൂസ് വ്ലോഗ്സിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്കൂൾ ഷോപ്പിംഗ് നിങ്ങളുടെ മുമ്പ് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ച് നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ്. സോ ആരൊക്കെയാണ് ഹിബൂസ് വ്ലോഗ് ഫസ്റ്റ് ആയി കാണാൻ വന്നവർ സബ്സ്ക്രൈബ് കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വ്ലോഗ്സ് ആൻഡ് വീഡിയോസ് നിങ്ങളോട് ഫ്രഷ് വരുള്ളൂ. ലൈക്കും കൂടി പ്രശ്നം നേരെ ഇവിടെ ഞാൻ മാത്രമല്ല ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അൺബോക്സ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരു ആളും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. സോ അമ്പും ഞാൻ കൂടിയിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താ അൺബോക്സ് ചെയ്യാം? ലാസ്റ്റ് ബാഗ് കാണിക്കാം. ഫസ്റ്റ് കിറ്റ് സാധനം കാണിക്കട്ടെ ഗൈസ്. സോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ കിറ്റ്. അവഞ്ചേഴ്സ് ആണ് ഞങ്ങളുടെ കിറ്റ്. ഞങ്ങൾ രണ്ടുപേരും അവഞ്ചേഴ്സ് ഫാനാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സെയിം കമന്റ് ചെയ്യുക. അവഞ്ചേഴ്സ് ആണെങ്കിൽ അവഞ്ചേഴ്സ് പറയാം. പിന്നെ അവഞ്ചേഴ്സിൽ ഏത് ഹീറോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. മറന്നു, ക്യാപ്റ്റൻ അമേരിക്കയാണ്. നീയോ? ഹൾക്ക്. ഒരു കോടി ഇവൻ ഹൾക്ക് പോലെ തന്നെ അല്ലേ? ഹൾക്ക് കൊണ്ടാണ്. എനിക്ക് ഇന്നൊരാളും കൂടി ഇഷ്ടമാണ്. എനിക്ക് ഇന്നൊരാളും കൂടി ഇഷ്ടമാണ്. ഈ അയൺ മാനെയും കൂടി ഇഷ്ടമാണ്. നല്ല എല്ലാവരും അവര് ഹീറോനെ ഇഷ്ടമൊന്നും. നമ്മുടെ ബ്ലാക്ക് പാന്റിന് ആർക്ക് ഇഷ്ടം അവരൊക്കെ കമന്റില് ബ്ലാക്ക് കളർ ഹാർട്ട് കമന്റ് ചെയ്യട്ടോ ഗൈസ്. സോ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കിറ്റ്. ഈ കിറ്റിനൊന്നും ഒന്നുമില്ല. അങ്ങനെ അറിയില്ല. ഇവിടെ സിബിന്റെ അവിടെ അവഞ്ചേഴ്സിന്റെ കിറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് കുറേ സ്ഥലം വേണം. കിറ്റ് തുറക്കണേ. ഞങ്ങളുടെ കിറ്റ് തുറക്കില്ല, ചമ്മി വന്നു. ശരി, ഇതാണ് കേട്ടോ എൻ്റെ കിറ്റ്. അവൻ്റെ കിറ്റും ഏകദേശം അങ്ങനെ പോലെയാണ്. കിറ്റ് കഴിഞ്ഞ ഗൈസ്. സോ ഞാൻ ഇവിടെ കിറ്റ് വെക്കുകയാണ്. ഈ ഹീറോനെ ആർക്ക് ഇഷ്ടം ഇവിടെ സിൽവർ കളർ ഹാർട്ട് കമന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഞങ്ങൾ എല്ലാം സെയിം ആയിട്ട് എടുത്തിങ്ങനെ കേട്ടോ. ഇത് വാട്ടർ ബോട്ടിൽ. ഞാൻ തുറന്നു നോക്കി. ഉള്ളെന്തോ നോക്കും കണ്ടോ? അവിടെ ടിഫിൻ ബോക്സ് ആ കവറിന് എടുത്തില്ല. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ടിഫിൻ ബോക്സ് എടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ് ഒരേപോലെ അപ്പൊ ഗൈസ് ഇത് ഫസ്റ്റ് അമ്മൂന് തുറക്കല. ഫസ്റ്റ് എൻ്റെ ഓർമ്മയുണ്ടോ എന്താ പറയുന്നത്? നമ്മൾ രണ്ടുപേരും അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് ഗൈസ്. ഓർമ്മയില്ല ഗൈസ്, ഒരു കാര്യം പറയണ്ട്. ആർക്കൊക്കെ ഓർമ്മയുണ്ട് ആ കാര്യം? കാര്യോ? എന്ത് കാര്യം? ഹിബ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇൻട്രോ പോലത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, ബാഗ് അൺബോക്സിങ്. അതിൽ ഹിബ എന്ത് പറഞ്ഞു? അമ്പൂട്ട് പേഴ്സ് വന്നാൽ അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്താ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് വീഡിയോ ഉള്ളൂ. അതിന് എഡിറ്റ് എന്തായാലും പോസ്റ്റ് ചെയ്യില്ല. എന്തായാലും കുറച്ച് ഫോണൊക്കെ കാണാം കഴിച്ചു. ഫോൺ കാണാൻ സത്യം ഈ ഫോണല്ലേ ക്യാമറ. പക്ഷെ ഇതിലല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യണത് കണ്ട ഗൈസ്. നിങ്ങള് ഞങ്ങൾ വാങ്ങണ്ട ഗൈസ്. നല്ല ചേട്ട് അടിക്കണം കഴിച്ചില്ല. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേഷനറി സാധനങ്ങൾ. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു സാധനം കാണിച്ചു തരാം. ഇത് വന്നിട്ട് കുടയാണ് ഗൈസ്. എന്താ വെച്ചാൽ ഇവന് വന്നിട്ട് ഇവൻ്റെ സ്കൂൾ ഒരു ഷെഡ് ഓപ്പൺഡ് ആണ്.
അല്ല ഷെഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് എന്താ വരാൻ പറ്റുക, ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് വേണം വരാൻ. അപ്പോൾ എനിക്ക് അവിടെ മഴ പെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വന്നിട്ട് ബാഗിൽ വന്നിട്ട് റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, ഇല്ല മറ്റേ റെയിൻ കവർ ഉണ്ടായിരുന്നു ബാഗ് കവർ ചെയ്യാൻ. ഈ ബാഗിൽ അതില്ല ഗൈസ്. അപ്പം നമ്മളൊരു കോട ഇട്ടു, എനിക്ക് മാത്രമൊരു കോട ഇട്ടു. ഇവൻ്റെ ബാഗിൽ റെയിൻ കോട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് എൻ്റെ ഒരു റഫ് നോട്ടാണ് ഗൈസ്. ഞാൻ റഫ് നോട്ട് വാങ്ങിയിട്ടായിരുന്നു. ഇവൻ്റെ റഫ് നോട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിലൊക്കെ തരും. ഒരു റൂൾഡ് റഫ് നോട്ടാണ് ഗൈസ് വലുത്. ഓക്കെ, ചിലപ്പോൾ ഈ ബുക്കൊക്കെ ബാഗുകൾക്ക് എടുത്തു വെക്കുന്ന വീഡിയോ ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ വിടുന്നുണ്ട്. യെസ്, അതറിയില്ല. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ സ്കൂള് തുറന്നിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സ്കൂളിലേക്ക് നാളെ തുറക്കാമല്ലേ. ഇതിൽ എന്ത് സന്തോഷമുണ്ട് പറഞ്ഞാൽ ഹിബൻ്റെ സ്കൂൾ നാളെ തുറക്കും. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് 10 ഡേ കഴിഞ്ഞിട്ടാ തുറക്കുള്ളൂ. ജൂൺ 10 തുറക്കുള്ളൂ. പിന്നെ ഗൈസ് ഇതിൻ്റെ ഒരു പ്രീമിയം സ്കോളേഴ്സ് കിറ്റാണ് കേട്ടോ ഗൈസ്. ഇത് വന്നിട്ട് പെന്ന്, ടെക്നോ ടിപ്പ് ഫോർ ഹാൻഡ് റൈറ്റിംഗ് വന്നിട്ട് നമ്മൾ മേടിച്ചു. ഇത് 149 ഓൺലി. ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. ഇത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ്, നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ്. പിന്നെ ഗൈസ് ഇതൊരു ആർട്ട് കിട്ടി. എനിക്ക് അമ്പൂന് വേണ്ടി ഒരു ആർട്ട് കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പൂന് വേറൊരു സെറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടെന്ന്, എനിക്ക് വേറൊരു സെറ്റാണ്. പക്ഷെ ഞങ്ങളെല്ലാം കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം അവരവരുടെ ആർട്ടിലേക്ക് വന്ന് ഷെയർ ചെയ്യും. ഇത് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട് വെച്ചാൽ ഡ്രോയിങ് ബുക്ക്, 12 pages ഉള്ള ഡ്രോയിങ് ബുക്ക്, സുപ്രീം HD പെൻസിൽ പാക്ക് ഉണ്ട്, കളർ പെൻസിൽ പാക്ക് ഓഫ് 10 ഷെയ്ഡ്സ് ഉണ്ട്, 6 ഷെയ്ഡ്സ് ഉണ്ട്, എറേസർ ലിബറേറ്റ് ഉണ്ട്, ഷാർപ്പനറും റെഗുലർ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഡ്രോയിങ് ബുക്ക്. ഇത് നിങ്ങൾക്ക് തലതിരിച്ച് കാണുമെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ഗൈസ്. പിന്നെ ഇത് വന്നിട്ട് ഇതാണ് കേട്ടോ ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു പെൻസിലായിട്ടുള്ളൊരു സെറ്റാണ്. ഇത് വന്നിട്ട് അപ്സര പ്ലാറ്റിനം എക്സ്ട്രാ ഡാർക്ക് പെൻസിൽസ്. ഞങ്ങൾ എപ്പോഴും അപ്സരയെ വാങ്ങുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഇത് വന്നിട്ട് അപ്സര അബ്സല്യൂട്ട് അപ്സരയാണ്. ഇത് എക്സ്ട്രാ സ്ട്രോങ് ഉണ്ട് എന്തോ ഒരു സാധനം. അമ്പ അവിടെ പോയിന്നാ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ട് പിന്നെ 5 കൂൾ വൈബ്രൻറ്റ് കളേഴ്സ് പറഞ്ഞിട്ടൊരു സാധനം റബ്ബർ. ഇത് അമ്പൂന് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് വേണ്ടി എനിക്കൊരു സാധനം കഴിച്ചു. ഞാൻ ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനത്തെ ക്യാമലിൻ്റെ ഏരിയ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കളർഫുള്ളായി തോന്നിയത് ഇതാണ് കേട്ടോ ഗൈസ്. ചോദിച്ചൊക്കെ കിട്ടുമോടാ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടുക. ബോക്സ് കാണിച്ചിട്ടില്ല. ഇനി കുറച്ച് സാധനങ്ങൾ കാണിക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് ബോക്സ് കാണിക്കാം. നമ്മൾ ബോക്സിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് സെറ്റ് ചെയ്തിട്ടില്ല, നീ സെറ്റ് ചെയ്യണം. ഇനി കുറേ ദിവസം ഉണ്ടായിരുന്നു സെറ്റ് സംസാരിക്കുന്നത്. പിന്നെ ഇത് എന്നിട്ടൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് ഇതാണ്. ഞാൻ ഒരു ബ്രഷ് പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് പെണ്ണ് വെച്ചിട്ട് എനിക്ക് ഇനിയും പേപ്പർ ഇതല്ലോ എൻ്റെ ബോക്സ് അപ്പോൾ ഗൈസ് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുക്കി വെക്കണം പറഞ്ഞ് ഇത്തിരി പെണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതൊരു ബ്രഷ് പെന്നാണ്. ഞാൻ എല്ലാ കളറും കൂടി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഈ ഒരു സാധനം മാത്രം ഞാൻ എന്നോട് ഷെയർ ചെയ്യില്ല. എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഷെയർ ചെയ്യലേ പറഞ്ഞു ഗൈസ്. നാട്ട് മാറ്റി ഗൈസ് ബ്ലൂ ഒക്കെ ഇഷ്ടം. ഞാൻ വെറുതെ എടുത്ത് മാറ്റാൻ വേണ്ടി തന്നെ നിൽക്കണം. അയ്യോ നോക്കി പേപ്പറിന് വേദനിക്കും. എല്ലാം അത്ര ഡാർക്ക് ഉണ്ടാവില്ല. ഗൈസ് ഞാൻ ഈ കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളിപ്പോൾ എഴുതിയ കളേഴ്സാണ്. ഭയങ്കര ഇതിന് എന്താ വരച്ച് വെച്ചിരിക്കുന്നത്, ഹാർട്ട് എന്താ വരച്ച് വെച്ചിരിക്കുന്നത്, ഹാർട്ട് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ്.
പിന്നെ സാധനം ഒന്ന് എത്തി നോക്കൂ ഗൈസ്. അയ്യോ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളറാണ്. സോ ഫൈനലി ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ് നൗ. ഐ എം ഗോയിങ് ടു ഷോ യു ഓൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇമോഷണൽ. ഗൈസ്, ഇതാണ് എൻ്റെ ബോക്സ് എന്ന് വെച്ചാൽ. സോ എൻ്റെ ഗൈസ്, ഇതാണ് എൻ്റെ ബോക്സ്. ഫസ്റ്റ് ആരാ തുറന്ന് കാണിക്കുന്നത്? എൻ്റെ വലിയ സീക്രട്ട് ഉണ്ടല്ലോ ഗൈസ്. തുറന്ന് കാണിക്കണം. സോ ഗൈസ്, ഇത് വന്നിട്ട് ഒരു ടെഡി ബെയർ ബോക്സ് ആണ്. ഗൈസ്, ഇത് വന്നിട്ട് ഒരു മാഗ്നറ്റ് ആണ് കേട്ടോ. സോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള സാധനമൊക്കെ വെക്കുക ഗൈസ്. നീ തുറക്കല്ലേ. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒക്കെ എല്ലാം സെറ്റ് ആക്കി. ഇനി സ്കൂളിൽ പോകുന്ന സാധനം വേണം. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് വെച്ചാൽ ഉള്ളിൽ എറേസർ ഉണ്ട്, പിന്നെ എനിക്ക് ഫേസ് സ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഇത് വന്നിട്ട് ബോൾ പെൻ, ദെൻ ജെൽ പെൻ, പിന്നെ രണ്ട് പെൻസില്, highlighter, പിന്നെ സ്കെയില്. ഇനി നീ തോന്നുന്നു. ദിസ് ഈസ് മൈ ബോക്സ് ഗൈസ്. ഇത് അവഞ്ചേഴ്സിൽ ഏതോ പേര് കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യും ഇതിൻ്റെ പേര്. സ്പൈഡർമാൻ പറയണ്ട. സ്പൈഡർമാൻ പെണ്ണില് റെഡ് കളർ ഹാർട്ട് കമന്റ് ബോക്സിൽ പെണ്ണില് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മളൊക്കെ നന്നായിട്ട് പഠിക്കാം. അതുകൊണ്ട് നമ്മൾ രണ്ട് പെണ്ണേ മതി. പെണ്ണുണ്ട്, ഇതാ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ പെണ്ണൊക്കെ നമ്മുടെ മുമ്പിൽ അടിച്ചിരിക്കണം പറഞ്ഞ ഇത്രയും പെണ്ണുണ്ട് ഫോണിലൊക്കെ. നീ അതൊക്കെ ഇതിലെടുത്ത് വെക്കടാ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ എടുത്ത് വെക്കി. ഇത് എക്സ്ട്രാ ഇല്ലേ, നിങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് നാളെ സ്ഥലം ഉണ്ടില്ലേ. എന്തൊക്കെ നാളെ പെണ്ണില്ലേ, നാളെ പെണ്ണില്ലേ പെണ്ണ് ഇതിലില്ല താഴെ വന്നിട്ടല്ലോ. എന്ത് പെണ്ണില്ലാന്ന്, ഇത് അത്രയും പെണ്ണാണ്. എനിക്ക് ഇതിനെയും കാട്ടി പെണ്ണുണ്ട്. നമുക്ക് ഫാനില് കോട്ടോ നമുക്ക് എ സി ഫാനിലാണ്. ഇനി എ സി ബെഡ്റൂം കൂടി ചെയ്യാൻ ഉണ്ട്. വേണ്ട, നമ്മൾ സുരേഷ് നമ്മൾ വേണ്ട. ഞങ്ങളെ ഡാൻസ് കളിക്കാൻ പാർട്ടി ഒന്നും ഡാൻസ് കളിക്കാൻ ഇവിടെ ഡാൻസ് നോക്കണം, എല്ലാവരും പേടിച്ചു കൊടുക്കും. അങ്ങനെ ഡാൻസ് ആണ്. നക്ഷേ ബാവല്ലേ ഫോണുമില്ല കേസത്. ഇങ്ങനെ വന്നു കേസ്. ഇത് ബാഗ്